காரியக்காரர்கள் இந்த உலகத்தில் அதிகம். அவர்களின் காரியம் நடக்க வேண்டும் என்பதற்காக உங்களை தேடுவார்கள். உதவி கிடைத்த பிறகு நீ யார் என்று கேட்பார்கள். நன்றி கட்ட உலகமடா. நீ எவ்வளவு நல்லதை செய்தாலும் மறந்து விடுவார்கள், குறை சொல்லிக் கொண்டே இருப்பார்கள். நன்றியே இல்லாதவர்களிடம் என்ன எதிர்பார்ப்பது? എല്ലാം അവിടെ അവസാനിക്കുകയായിരുന്നു. ഹൃദയത്തിൽ മനഃശക്തിയുടെ ഒരു കോട്ട കെട്ടിയ മനുഷ്യൻ പോലും ഉരുകിപ്പോകുന്ന നിമിഷങ്ങൾ കണ്ട് ലോകം നിരാശയോടെ നോക്കി നിൽക്കേണ്ടി വന്നു. നാളതുവരെ വിമർശക ലോകത്തോട് പടവെട്ടി മുന്നേറിയ നായകനുമേൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ വീർപ്പ് മുട്ടിച്ചു. തിരിച്ചുവരവുടെ തമ്പുരാൻ എന്ന വിശേഷണങ്ങൾ പോലും ക്ഷണം നേരം കൊണ്ട് കത്തിയമർന്നു. ലോകം വിധിയെഴുതി. കാൽപന്ത് ലോകം കീഴടക്കിയവൻ്റെ കാലം കാലഹരണപ്പെട്ടുവെന്ന്. അവൻ നടന്നു നീങ്ങിയ വഴികളിലെ വീണ്ടെടുപ്പിൻ്റെ കഥകൾക്ക് പോലും അന്നവന് വേണ്ടി സംസാരിക്കുവാൻ സാധിച്ചിരുന്നില്ല. മനുഷ്യരാശികൾ ഒറ്റ വാക്കുകൊണ്ട് കുറിച്ചു വെച്ചു: ദ എൻഡ് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന്. പക്ഷേ അന്നും ആഘോഷിക്കുവാൻ കാത്തിരുന്ന വിമർശക ലോകത്തിൽ പലർക്കും അറിയില്ലായിരുന്നു അയാൾ അസ്തമയമില്ലാത്ത സാമ്രാജ്യങ്ങളുടെ ഒരേ ഒരു ഏകാധിപതി ആയിരുന്നുവെന്ന്. അയാളുടെ ചരിത്രം പോലും അറിയാതെ പാഴ്മഴയ്ക്ക് കിളിർത്ത ചുണ്ടിൽ അമ്മിഞ്ഞയുടെ രസം വിട്ടുമാറാത്ത ചിലരുടെ ബ്ലൈൻഡ് ഫാൻസിനെയും കൂട്ടുപിടിച്ച് കൊട്ടി ആഘോഷിച്ചത് ആർക്കെതിരെയാണെന്ന് നിങ്ങളിൽ പലരും അപ്പോഴേക്കും മറന്നുപോയിരുന്നു. 20 വർഷം കൊണ്ട് കാൽപന്ത് ലോകത്ത് അയാൾ ഉണ്ടാക്കിയെടുത്തതിൻ്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ അവൻ്റെ ഭൂതകാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ഇന്ന് വിമർശിക്കുവാൻ കൂട്ടുപിടിക്കുന്ന കാലുറയ്ക്കാത്ത ന്യൂ ജനറേഷൻ ടീമുകളിലേക്ക് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലെ അറിവുകളല്ലാതെ യഥാർത്ഥ ചരിത്രമൊന്ന് വായിച്ചു കൊടുക്കണം. തനിക്കെതിരെ ഇതുപോലെ നിന്ന നിരവധി കാലഘട്ടങ്ങളിൽ സ്വയം ഒരു ആർമിയായി മാറിക്കൊണ്ട് നിങ്ങളിലെ ചിലരുടെയും മുറക്കം കളഞ്ഞ കഥകൾ അവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഒരു യഥാർത്ഥ ഫുട്ബോൾ ആരാധകനായി സംസാരിപ്പിക്കുവാൻ പഠിപ്പിക്കണം. വാക്പോരുകൾ നടത്തുവാൻ പരിശീലിപ്പിക്കണം. അന്നവർക്ക് മനസ്സിലാകും ദ എൻഡ് ഓഫ് എന്ന വാക്കുകൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കുവാൻ ശ്രമിച്ചത് ഞാനടങ്ങുന്ന മനുഷ്യരാശിക്ക് മുകളിൽ സദാ നിലനിൽച്ച് നിൽക്കുന്ന റൊണാൾഡോ എന്ന സത്യത്തെയാണെന്ന്. ലോകത്തെ കോടാനുകോടി ജനങ്ങളെ ഇന്നും ഇൻസ്പയർ ചെയ്ത് അതേ ലോകത്തിൻ്റെ പൾസിനെ വരെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള എതിർത്ത് നിൽക്കുന്നവരുടെ പേടി സ്വപ്നമായി മാറിയ വാക്കുകൾക്കും വിമർശനങ്ങൾക്കും മുന്നിൽ സദാസമയം നെഞ്ചുവിരിച്ച് നിന്ന് മറുപടി നൽകിയ അമാനുഷികനെയാണെന്ന്. അതെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ദ റിയൽ മോൺസ്റ്റർ, ദ റിയൽ എംപറർ ഓഫ് ഫുട്ബോൾ ഹിസ്റ്ററി, ക്രിസ്ത്യാനോ റൊണാൾഡോ dos Santos Aveiro. All-time top scorer, inspiration of billions, greatest of all time, nightmare. His name is Cristiano Ronaldo. 21-year-old Cristiano Ronaldo waits for referee Poular's whistle. The boy from Madeira with magic in his boots and a burning desire to be the greatest. The man who would be king. Cristiano Ronaldo embarked upon his own journey from Funchal to Lisbon to Manchester to Madrid. I know that I'm exemplary. I know 100%. In the pitch and outside the pitch. Flooded in and personal accolades stacked up. Glory on the international stage remained elusive. A catalogue of bright sparks. அவங்க என்ன வேணா பேசட்டும், அதை பற்றி எனக்கு கவலை இல்லை. Let them hate me as long as they fear me. എന്നെ ഭയപ്പെടുന്ന കാലത്തോളം നിങ്ങൾക്കെന്നെ വെറുത്തുകൊണ്ടേയിരിക്കാം. ആ വെറുപ്പും വിമർശനങ്ങളുമാണല്ലോ അയാളെ ഇന്നും സ്ഥിരതയുള്ളവനാക്കി മാറ്റുന്നത്. പക്ഷേ ആ വെറുപ്പിൻ്റെയും വിമർശനങ്ങളുടെയും കഥകൾക്ക് എത്ര തവണയാണ് അയാൾ മറുപടി നൽകിയിട്ടുള്ളത്? അയാളുടെ ഓരോ വീഴ്ചയും ആസ്വദിക്കാൻ കാത്തിരിക്കുമ്പോഴും കാലാകാലങ്ങളിൽ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുക തന്നെയായിരുന്നില്ലേ? പഴങ്കഥകൾ കൊട്ടിയാഘോഷിക്കുവാൻ ആഗ്രഹമില്ല. 2021 ശേഷം പിറന്ന അധ്യായങ്ങൾ മാത്രം മതിയാകും ഒരു ബുക്കായി പബ്ലിഷ് ചെയ്യുവാൻ. അതിൻ്റെ ആദ്യ ഭാഗം തന്നെ എവിടെയാണ് റൊണോയുഗം പരാജയപ്പെട്ടു തുടങ്ങിയത് എന്ന് സൂചിപ്പിക്കുന്നു. 21 തൻ്റെ ആ പഴയ ചെകുത്താൻ കോട്ടയിലേക്ക്. ആ ഒറ്റ സീസണിൽ അതുവരെ നിലവിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങളെക്കാൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന 37-കാരൻ്റെ നിമിഷങ്ങൾ. പക്ഷേ അപ്പോഴേക്കും തൻ്റെ ബ്രാൻഡ് പലരുടെയും കണ്ണിലെ കരടായി മാറിയിരുന്നു.
റയൽ മാഡ്രിഡിലെ പടിയിറക്കം തകർച്ചയുടെ തുടക്കമാണെന്ന് ആരോപിക്കുമ്പോഴും യുവന്റസിലെ ഒടുക്കവും മാഞ്ചസ്റ്ററിലെ തുടക്കവും മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകളൊന്ന് ചികഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ടും തൻ്റെ ചിറകരിയുവാൻ അറവുകത്തികൾ അണിയറയിൽ കാത്തിരുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ബെഞ്ചിലിരുത്തുവാൻ ആലോചിക്കുമ്പോൾ പ്രസിംഗ് ഗെയിമിന് പറ്റിയ മെറ്റീരിയൽ അല്ല എന്ന് സ്റ്റേറ്റ്മെൻറ്റ് നിരത്തുമ്പോൾ ടെൻ ഹാഗിന് മുൻപ് സ്ഥിരതയില്ലാത്ത പരിശീലകരുടെ കീഴിൽ പലപ്പോഴും മാഞ്ചസ്റ്റർ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച പല മത്സരങ്ങളും വിജയിപ്പിച്ച പ്രസിംഗ് ഗെയിമിന് ഒട്ടും മാപ്റ്റല്ലാത്ത ആ വയസ്സിൻ്റെ പെർഫോമൻസ് എല്ലാം ആ ഒറ്റ നിമിഷം കൊണ്ട് വിഫലമായി പോകുകയായിരുന്നു. ടെൻ ഹാഗ് മുന്നോട്ട് വയ്ക്കുന്ന ആശയം മാഞ്ചസ്റ്ററിൻ്റെ ഇന്നേ വരെയുള്ള പതനത്തിന് വഴിവെക്കുന്നുണ്ട്. പിന്നീട് ഖത്തറിൽ അതേ പാത പിന്തുടർന്ന് സാന്റോസും അയാളെ പുറകിൽ നിന്നും കുത്തിവീഴ്ത്തുവാൻ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ ഒരല്പനേരം കണ്ണടച്ച് പുറകിലേക്ക് മനസ്സിനെ സഞ്ചരിപ്പിക്കണമായിരുന്നു. തന്നെ ഇത്രമേൽ പാകപ്പെടുത്തിയതിനുള്ള ഉത്തരമെല്ലാം അവിടെ ഉണ്ടാകുമായിരുന്നു. ആരുടെയൊക്കെയോ തീരുമാനങ്ങൾ അയാൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ക്ലബ്ബും രാജ്യവും മറന്നുപോയ പലതും പോർച്ചുഗൽ മാഞ്ചസ്റ്റർ കഥകൾക്ക് പിന്നീട് വിനയായി മാറുകയായിരുന്നുവെന്ന് കാലം ഇന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴൊക്കെ ഒടുവിൽ പോർച്ചുഗൽ ഖത്തറിൽ വീണുപോയിരുന്നു. കൂടെ നിസ്സഹനായി അയാളും. അന്ന് ഫിഗോ എന്ന ഇതിഹാസം പറഞ്ഞ പ്രശസ്തമായ ഒരു വാചകം ഞാൻ ഓർത്തെടുക്കുന്നു. സാന്റോസ്, അയാളില്ലാതെ നിങ്ങൾക്കത് നേടുവാൻ സാധിക്കുമോ എന്ന്. റൊണാൾഡോയുടെ വളർച്ചയും ഉയർച്ചയും രാജ്യത്തിനുമിടയിൽ നടത്തിയ സംഭാവനകളുമെല്ലാം നേരിൽ കണ്ട് സാക്ഷിയായ ആ മനുഷ്യൻ ഇതിൽ പരം എന്തു പറയാനാണ്? കഥ അവിടെയും അവസാനിച്ചിരുന്നില്ല. இங்க எல்லாருக்கும் ஒரு கதை இருக்கு. ஆனா என் கதையில நான் உருவாக்குன சாம்ராஜ்யம் நான் இல்லைனாலும் என் பேர் சொல்லும். என் கதையில இன்னும் நான் எழுத வேண்டியது நிறைய இருக்கு. രാജാവിന്റെ തകർച്ച കണ്ട് വിമർശക ലോകം പോലും ആനന്ദിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ആരും ഓർത്തു കാണില്ല 37-ാം വയസ്സിലും അയാൾക്ക് അസ്തമിക്കാത്ത ലോകത്തിന്റെ അടിത്തറ കെട്ടിപ്പൊക്കാൻ സാധിക്കുമെന്ന്. അൽ നസർ പോലൊരു ക്ലബിലേക്ക് ചേക്കേറുമ്പോൾ നാട് നീങ്ങിയെന്ന് വരെ പ്രചരിപ്പിച്ചവരുണ്ട്. എന്നാൽ പിന്നീട് പലർക്കും അവരുടെ ഉറക്കത്തെ പോലും നിയന്ത്രിക്കാൻ സാധിക്കാതെയായി. ലോകം മുഴുവൻ ആരും കാണാത്ത ലീഗാണെന്നും ഒട്ടക ലീഗാണെന്നും മുദ്രകുത്തി അതേ മോശം ലീഗിലേക്ക് ഫുട്ബോൾ ലോകത്തിന് കണ്ണുകൾ അയക്കേണ്ടി വന്നു. നരവീണ മുടിയിഴകളിലെ എണ്ണം തിട്ടപ്പെടുത്തിയ കണങ്കാലിൻ്റെ കരുത്തളക്കാൻ ശ്രമിച്ചവർ പോലും റൊണോ നിമിഷങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടി വന്നു. എന്തിന് ഇന്ത്യയിൽ പോലും സംപ്രേഷണാവകാശം ഇല്ലാതിരുന്ന ആ ലീഗ് ഇന്ത്യയിൽ ഉൾപ്പെടെ 30-ൽ പരം രാജ്യത്ത് സംപ്രേഷണം ആരംഭിക്കേണ്ടി വന്നു. ബിക്കോസ് ഓഫ് എ വൺ റീസൺ. തിരിച്ചുവരവുകളും പുരസ്കാരങ്ങളും കിരീടങ്ങളുടെ കഥകളും രചിച്ച് അയാൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അതും 38-ാം വയസ്സിൽ. 39-ലേക്ക് കടക്കുമ്പോൾ വീണ്ടും മെസ്സി ചാൻഡുകൾ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. തങ്ങളെപ്പോലൊരു ടീമും ക്ലബും ഈ ലോകത്തുണ്ടെന്ന് തിരിച്ചറിയാൻ സഹായിച്ചത് അയാളാണെന്ന യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതിരുന്നവർക്ക് പോലും മറുപടി കൊടുക്കുന്നുണ്ട്. 39-ാം വയസ്സിൽ ഫ്രീ കിക്കും ഹാട്രിക്കും ലോങ് റേഞ്ചുകളും തീർത്ത പോരാട്ടങ്ങൾ കൊണ്ടും ഒടുവിൽ അതേ കാണികളുടെ മെസ്സി ചാൻഡുകളുടെ നിശബ്ദമാക്കിയ ബൈസിക്കിൾ കിക്കിലേക്ക് വരെ കഥ എത്തി നിൽക്കുന്നു. കഥയങ്ങനെ ചുരുക്കി പറയുമ്പോഴും അയാൾ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കുറേ ചെന്നായ്ക്കൾ കൂട്ടം കൂടി നിന്ന് കുറച്ചാലും വിമർശിച്ചാലും എന്നെ അവസാനിപ്പിക്കണമെങ്കിൽ അതിന് ഞാൻ തന്നെ തീരുമാനിക്കണമെന്ന്. എൻ്റെ വിധി നിശ്ചയിക്കാനുള്ള ഏക അവകാശി ഞാൻ തന്നെയാണ്. முடியாதுன்ற வார்த்தை அது என்னை தடுக்க முடியாதான்ற கேள்வியா மட்டும்தான் இருக்கணும். കാലം പോലും എതിരെ നിൽക്കുമ്പോഴും അയാളുടെ പെർഫോമൻസ് ലെവലുകൾ കഥയെ മാറ്റി എഴുതപ്പെട്ടു. പലരുടെയും നായകൻ ഫുട്ബോൾ ലോകത്തെ ചർച്ചകളിൽ നിന്ന് മാഞ്ഞു പോയെങ്കിലും അയാളുടെ പേര് സദാ ഉയർന്നു കേട്ടുകൊണ്ടേയിരുന്നു. ഫുട്ബോൾ ക്ലോക്കിലെ ഓരോ മിനിറ്റ് സൂചിയും അയാൾക്ക് വേണ്ടി ചലിച്ചുകൊണ്ടേയിരുന്നു. വിമർശകർ സദാസമയം വയസ്സിൽ നിന്ന് നാഴികയ്ക്ക് 40 വട്ടം വാഴ്ത്തുമ്പോഴും അയാളുടെ മഹത്വം പുകഴേറ്റുവാൻ ഒരു ലോകത്തെ തന്നെ അയാൾ സൃഷ്ടിച്ചു വയ്ക്കുകയായിരുന്നു. വീണ്ടും സർവ്വതും ക്രിസ്ത്യാനോയുടെ എന്ന നാമത്തെ വലയം വെച്ചുകൊണ്ടേയിരുന്നു. പ്രപഞ്ചം ആ 39-കാരൻ്റെ കാൽസ്പർശമേറ്റ് വീണ്ടും ചലിക്കുവാൻ തുടങ്ങി. അതെ, വീണവൻ വീണ്ടും ഉയർത്തി നിൽക്കും. ഒരിക്കലും റൊണാൾഡോയെ എഴുതിത്തള്ളാൻ നിൽക്കരുത്. കാരണം അയാൾ തിരിച്ചുവരവുകളുടെ രാജാവ് തന്നെയാണ്. അയാളുടെ സെലിബ്രേഷൻ കൊണ്ടോ ആക്ഷനുകൾ കൊണ്ടോ വാക്കുകളിലെ അഹങ്കാരം കൊണ്ടോ വിലയിരുത്തുവാനും വിലയിടുവാനും ഒരുങ്ങുന്നവരോട് ഒരേ ഒരു ഉത്തരം മാത്രം: ഈവിൾ ഈസ് നോട്ട് ബോൺ, ഈസ് മെയ്ഡ്. തിന്മ ഒരിക്കലും ജനിക്കുകയല്ല, അത് ഉണ്ടാകുന്നതാണ്. തൻ്റെ മദീന മുതൽ ആരംഭിച്ച യാത്രയിൽ അയാൾ സ്വയം എടുത്തണിയേണ്ടി വന്ന
മെരുക്കിയെടുത്ത് ശീലിപ്പിക്കേണ്ടി വന്ന വേഷത്തിൻ്റെ പേരായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന്. അതിൽ പരീക്ഷണങ്ങളും പരിഹാസനങ്ങളും വെല്ലുവിളികളും വിമർശനങ്ങളുമെല്ലാം അതിൻ്റെ ചേരുവകളായിരുന്നു. റൊണോ ശരിക്കും വീണുപോയത് എവിടെയാണെന്ന് ചിന്തിച്ചവരുണ്ടോ? അധികമാരും ഉണ്ടാകുകയില്ല. തൻ്റെ മകൻ്റെ മരണവും മാഞ്ചസ്റ്റർ ഓർമ്മകളും അയാളുടെ മനസ്സിനെ ആഴത്തിൽ പരിക്കേൽപ്പിച്ചിരുന്നു. തുടർന്ന് പോർച്ചുഗലിലും അതേ അവസ്ഥ തുടർന്നുവെന്നത് വാസ്തവം തന്നെ. മേൽവിലാസം നേടിക്കൊടുത്തവർ തന്നെ അറുകത്തി ഉപയോഗിച്ചുകൊണ്ട് കുത്തിവീഴ്ത്തിയപ്പോഴും സഹതാരങ്ങളും മാനേജ്മെൻറ്റും ഒറ്റപ്പെടുത്തിയപ്പോഴും അയാൾ ഒട്ടും തകർന്നു പോയിരുന്നില്ല. പക്ഷേ കണ്ണീരണിഞ്ഞ് കളം വിടുമ്പോൾ താൻ കാരണമാണ് പോർച്ചുഗലിന് പരാജയം സംഭവിച്ചതെന്ന് പാപ്പരാസികൾ ആരോപിച്ചപ്പോൾ മാത്രമായിരുന്നു അയാൾ യാഥാർത്ഥ്യത്തിൽ പരാജയപ്പെടുന്നതും വീണു പോകുന്നതും കണ്ണീരണിയുന്നതും. തൻ്റെ ജന്മവും അതിൻ്റെ നിയോഗവും രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ച ആ മനുഷ്യനെ മനസ്സിലാക്കുവാൻ പോർച്ചുഗൽ ജനങ്ങൾ പോലും ശ്രമിച്ചിരുന്നില്ല. കാൽപന്ത് ലോകത്ത് ഒരു കൂട്ടം ആളുകൾ തൻ്റെ ആരംഭം മുതൽ ഒടുക്കം വരെ തന്നെ എതിർത്ത് നിൽക്കുന്നവരുണ്ട്. അന്നു മുതൽ ഇന്ന് വരെ അവർക്കെതിരെ തിരിച്ചു പോരാടാൻ ശ്രമിക്കുന്നിടത്ത് എല്ലാത്തിനും ഉത്തരവും സൃഷ്ടിക്കപ്പെടുകയാണ് പതിവ്. വിമർശനങ്ങൾ ഒടുങ്ങുന്നിടത്തെല്ലാം അയാൾ സദാ ഉയർത്തെഴുന്നേറ്റുകൊണ്ടേയിരുന്നു. ഖത്തറിനപ്പുറം അത് വീണ്ടും സംഭവിക്കുന്നു. 40-ാം വയസ്സിലേക്ക് കടന്നിരിക്കുകയാണ്. യൂറോ സ്വപ്നങ്ങൾക്ക് അറുതി വരുത്തിയവൻ്റെ ഓർമ്മകളും വേൾഡ് കപ്പിലേക്ക് പ്രവേശനമൊരുക്കിയവൻ്റെ നിമിഷങ്ങളും മറന്നുപോയ ചില നീചന്മാരുടെ കണ്ണുകൾ ഇന്ന് തുറന്നു കഴിഞ്ഞു. റൊണോ ഇല്ലാതെ പോർച്ചുഗലില്ല എന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വയസ്സിനെന്ന് പലരും മുദ്രകുത്തിയ ആ മനുഷ്യനെ ആ കുപ്പായത്തിലേക്ക് വീണ്ടും ക്ഷണിക്കേണ്ടി വരുന്നു. ആധുനിക ഫുട്ബോളിൽ പോർച്ചുഗലിൻ്റെ എല്ലാ മേഖലകളിലും മികച്ചതാണെങ്കിൽ പോലും റൊണോ ഒരു ആവശ്യമായി വരുന്നുണ്ട്. അയാളുടെ നിയോഗവും പരിശ്രമങ്ങളും പോരാട്ടങ്ങളുമെല്ലാം നാളിതുവരെ കണ്ട കാലത്തിന് എങ്ങനെ അയാളെ ഈ അവസാന നാളിൽ കരങ്ങൾ ശൂന്യമാക്കി കൈവിടാൻ സാധിക്കും? അർത്ഥമില്ലാത്ത അവസാനത്തിലേക്ക് സമ്മതം മൂളി പറഞ്ഞയക്കും. വയസ്സിന് വെറും മക്കമാണെന്ന് തെളിയിച്ച അമാനുഷികനാണെങ്കിൽ പോലും വയസ്സ് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? പക്ഷേ ആ യാഥാർത്ഥ്യങ്ങളെ പോലും വെല്ലുവിളിക്കാൻ ശേഷിയുള്ള, വിധിയെപ്പോലും മാറ്റിമറിക്കുവാൻ കരുത്തുള്ള, എതിരാളികളെ കൊണ്ടുപോലും കൈയടിപ്പിക്കുന്ന ആ മനുഷ്യൻ തൻ്റെ 40-ാം വയസ്സിലേക്ക് കടക്കുമ്പോൾ മറ്റൊരു യൂറോ കപ്പിനായി തന്നെ സ്വയം മെരുക്കിയെടുക്കുന്ന കാഴ്ച അതൊരു അത്ഭുതമായിരുന്നു. അതൊരു പക്ഷേ എല്ലാ വിമർശനങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുവാൻ വരുന്നുണ്ട് എന്ന വലിയ മുന്നറിയിപ്പ് തന്നെയാണ്. ഒടുക്കത്തെ യാഗത്തിനായി യൂറോപ്പിൽ കളമൊരുങ്ങുമ്പോൾ വാർദ്ധക്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ വരുന്നത് വിമർശക ലോകത്തിൻ്റെ നാവ് പിഴുതെറിയാൻ തന്നെയാകും. അയാൾ നിങ്ങളെ ഇങ്ങനെ ഓർമ്മിപ്പിക്കും: നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ച് കെട്ടും. അവരോടെല്ലാം ചെന്ന് പറ, ഞാൻ വരുന്നുണ്ട് എന്ന്. A walking work of art. He comes to life when his team needs him. It's him again. It's always him. Winning lead. Call 7 for Ronaldo.